ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്നതോടുകൂടി ജൂതന്മാരെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് വളരെ കാര്യമായി നടക്കുകയാണ്. ജൂതന്മാരുടെ പാരമ്പര്യം, അതുപോലെ ജൂതന്മാരുടെ വിശ്വാസം, ആചാരങ്ങൾ, അവരുടെ രീതികൾ, അവർ ലോകത്തിന് എന്ത് സംഭാവനകൾ നൽകി എന്നൊക്കെയുള്ള വളരെ ചർച്ചകൾ നമ്മളുടെ എല്ലാവരുടെയും ഇടയിൽ നടക്കുകയാണ്. ജൂതന്മാർ ലോകത്തിന് എന്തൊക്കെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്, അവർ സയൻസിലും അതുപോലെ മറ്റ് ശാസ്ത്ര സംവിധാനങ്ങളിലും പ്രയോജനപ്പെടുന്നവരാണോ എന്നൊക്കെയുള്ള കൊണ്ടുപിടിച്ച് ചർച്ചകൾ ഇന്ന് പല സ്ഥലങ്ങളിലും നടക്കുന്നു. കേരളത്തിൽ വന്ന ജൂതന്മാരെക്കുറിച്ച് ഉള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കേരളത്തിലുള്ള അവരുടെ സ്മാരകങ്ങൾ, അതുപോലെ അവരുടെ തെരുവുകൾ, അവരുടെ ജൂത കുടിയേറ്റങ്ങൾ നടന്ന സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ ഇന്ത്യയിലെ ജൂതരെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംവദിച്ചിരുന്നു. എൻ്റെ ഈ ചാനൽ ശ്രദ്ധിക്കുന്ന എല്ലാവരും ഇത് കാര്യമായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജൂതന്മാർ എന്ന് പൊതുവെ വിളിക്കുന്ന യഹൂദന്മാർ, ഒന്നുകൂടി വിശാലമായി പറഞ്ഞാൽ ഇസ്രായേലികൾ, അവരെങ്ങനെയാണ് ഇവിടെ കേരളത്തിൽ എത്തിയത്? നാം അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നാം ചരിത്രം പഠിച്ചാൽ ഏതാണ്ട് ശലോമോൻ രാജാവിൻ്റെ കാലം മുതൽ തന്നെ, അല്ലെങ്കിൽ BC 1000 മുതൽ തന്നെ ഇസ്രായേലിന് അല്ലെങ്കിൽ പലസ്തീൻ നാടിന് കേരളവുമായിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചരിത്ര വസ്തുതകൾ ശ്രദ്ധിച്ചാലും നമുക്കത് കാണാം. ശലോമോൻ രാജാവിൻ്റെ കപ്പലുകളിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ സാധനങ്ങൾ കൊണ്ടിറക്കുക, അതുപോലെ ഇവിടുത്തെ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുപോകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്ന് നടന്നിരുന്നു. അപ്പോൾ വ്യാപാര ഉടമ്പടികൾ അന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മുസിരിസ് അല്ലെങ്കിൽ മസൂറി എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഗവേഷണം നടക്കുകയാണ്. ആ അവസരത്തിൽ ഡോക്ടർ ചെറിയാൻ്റെ നേതൃത്വത്തിലാണ് ഗവേഷണം നടക്കുന്നത്. പട്ടണഖനനം എന്ന പേരിൽ ഉള്ള ഗവേഷണം നടക്കുന്നതിനെക്കുറിച്ചുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാം. ഇന്ന് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്ന ബിസിനസ് ട്രീറ്റുകളെ വെല്ലുന്ന രീതിയിലുള്ള ബിസിനസ് ട്രീറ്റുകൾ അവിടുന്ന് കണ്ടെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആൾക്കാർ ചുമ്മാ അങ്ങോട്ട് കൊണ്ട് കുറേ സാധനം ഇറക്കുകയും ഇവിടുന്ന് കുറേ കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ള ഒരു തെറ്റായ ധാരണ ഉണ്ടാവരുത്. പഴയ കാലങ്ങളിൽ തന്നെ ബിസിനസ്സുകൾ നടത്തുമ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടി ബന്ധങ്ങളും ഉടമ്പടി കരാറുകളും ചെയ്യുമായിരുന്നു. അങ്ങനെ ശലോമോന്റെ കാലത്ത് അവിടെ നിന്ന് വന്ന കപ്പലുകളിൽ ഇവിടേക്ക് വന്ന യഹൂദന്മാർ, അവരാണ് കേരളത്തിൽ തമ്പടിച്ചവർ എന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യഹൂദന്മാർ എവിടെ പോയാലും അവർ കച്ചവടക്കാരായിരുന്നുവെന്ന് ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവർ കച്ചവടത്തിൽ വളരെ മികവുള്ളവരായിരുന്നു, ബിസിനസ് നന്നായിട്ട് ചെയ്യുവാൻ കഴിവുള്ളവരായിരുന്നു. അതിൻ്റെ തെളിവുകൾ യഹൂദന്മാർ എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ തന്നെ അതിൻ്റെ ധാരാളം തെളിവുകളുണ്ട്. അപ്പോൾ കേരളത്തിലേക്ക് അവർ കുടിയേറ്റം നടത്തുമ്പോൾ, അവരുടെ മാതൃരാജ്യം വിട്ട് അവർ പല സ്ഥലങ്ങളിലേക്ക് ചിതറുമ്പോൾ, അവർക്ക് ജീവിക്കുവാനുള്ള സംവിധാനങ്ങളും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള അറിവും അവർക്ക് പ്രത്യേകമുണ്ടായിരുന്നു. കേരളത്തിലേക്ക് അവർ കുടിയേറുമ്പോൾ, കേരളത്തിലും പ്രത്യേകിച്ച് ഇന്ത്യയിൽ മുഴുവനായിട്ട് അവർക്ക് ഉണ്ടായിരുന്നൊരു പ്രത്യേകത, ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളിലും ഇന്ത്യ ഒഴികെ അവർ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടവരാണ്. എന്നാൽ ഇവിടെ എത്തിയ പോർച്ചുഗീസുകാർ, അതുപോലെ കാത്തലിക് ഇൻക്വിസിഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഒഴികെ അത് ഇന്ത്യയിലെ സ്വദേശികളുടെ കുഴപ്പമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴികെ
ഇന്ത്യയിൽ സ്വച്ഛന്തമായിട്ട് അവർക്ക് താമസിക്കുവാൻ സ്വൈരവിഹാരം നടത്തുവാനുള്ള അനുവാദമുണ്ടായിരുന്നു. അവരിവിടെയുള്ള നാട്ടുകാർ സ്നേഹിച്ചിരുന്നു, അവരുമായിട്ട് ഉള്ള വ്യാപാര ബന്ധങ്ങൾ നടന്നിരുന്നു. അതുപോലെ ഇവിടുത്തെ രാജാക്കന്മാർക്ക് അവർ പ്രിയരായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി തെളിവുകൾ നമ്മൾക്ക് ചരിത്രം പഠിച്ചാൽ അറിയാം. അങ്ങനെ ഇന്ത്യയിൽ ദീർഘകാലം ജീവിച്ച യഹൂദന്മാർ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഉണ്ടായിരുന്ന അന്നത്തെ വളരെ പ്രസിദ്ധമായ തുറമുഖങ്ങൾ വഴി ഇവിടെയൊക്കെ വ്യാപാര ബന്ധങ്ങൾ നടന്നിരുന്നു. നൂറുകണക്കിന് കപ്പലുകൾ ഇവിടെയൊക്കെ വന്നുകൊണ്ടിരുന്നു. കേരളത്തിൻ്റെ പശ്ചിമതീരത്തുണ്ടായിരുന്ന മുസിരിസ് അല്ലെങ്കിൽ മസൂറി എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരിന് അടുത്തുള്ള ആ തുറമുഖം പാശ്ചാത്യ നാടുകൾക്കും അതുപോലെ പലസ്തീൻ തുടങ്ങിയ മധ്യപൂർവേഷ്യ രാജ്യങ്ങൾക്കും അന്ന് അറിവുള്ള സ്ഥലമായിരുന്നു. അവിടേക്കാണ് കപ്പലുകൾ വന്നുകൊണ്ടിരുന്നത്, ഇവിടുന്ന് മലഞ്ചരക്കുകളുമായിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഉള്ള വ്യാപാരങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ കപ്പൽ ഓട്ടം നടക്കുന്ന അവസരത്തിൽ അതിൽ കയറി ഇവിടെയൊക്കെ ധാരാളം യഹൂദന്മാർ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ യഹൂദന്മാർ ഇവിടെയൊക്കെ വന്ന് ഇവിടെ അവരുടെ താമസം ഉറപ്പിച്ചു. അപ്പോൾ കുടിയേറ്റങ്ങൾ പല ആവർത്തി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല അവസരങ്ങളിലായിട്ട്, ഒരു ദിവസം കൊണ്ട് എല്ലാവരും കൂടി ഇവിടെ എത്തിയെന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. പല അവസരങ്ങളിലായിട്ട് യഹൂദന്മാർ ഇവിടെയൊക്കെ കേരള മണ്ണിലേക്ക് കുടിയേറ്റം നടത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലേക്ക് വന്ന ഈ യഹൂദന്മാര് അവരെ ഏതാണ്ട് പൊതുവെ 3 ഗ്രൂപ്പുകളായിട്ടാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അവര് ചില സമയങ്ങളിലും ഒക്കെ അവര് വ്യത്യസ്ത സമൂഹങ്ങളായിട്ട് നിലനിന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല അവർ തമ്മിൽ കുറച്ച് ഇടപാടുകൾ മാത്രമേ അല്ലെങ്കിൽ ഇടപഴകലുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് മലബാറി ജൂതന്മാരെന്ന് പറയുന്നത്. ശലോമോൻ രാജാവിന്റെ കാലത്ത് അല്ലെങ്കിൽ BC 1000 കാലത്ത് ഇന്ത്യയിൽ വ്യാപാരികളായി എത്തിയവരായിരുന്നു എന്നാണ് അവരെ കുറിച്ച് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല അവരാണ് കേരളത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ജൂത വിഭാഗം. അതുപോലെ പുരാതന വിഭാഗവും അവരാണ് എന്നാണ് മലബാറി ജൂതന്മാർ എന്ന വിഭാഗം അഭിപ്രായപ്പെടുന്നത്. രണ്ടാമത്തെ വിഭാഗമാണ് പരദേശി അല്ലെങ്കിൽ വിദേശി ജൂതന്മാരെന്ന് പറയുന്നത്. ഈജിപ്ത്, ഇറാഖ്, സിറിയ, ഇറാൻ, സ്പെയിൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും ഏതാണ്ട് AD 16-ാമത്തെ നൂറ്റാണ്ട് മുതൽ കേരളത്തിലേക്ക് കുടിയേറിയ വിഭാഗമാണിത്. ഇതാണ് കേരളത്തിൽ ഉണ്ടായിരുന്ന ജൂതന്മാരുടെ വലിയ രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം ആണ് മെഷുഹരാരീം എന്ന് പറഞ്ഞ വിഭാഗം. അതായത് മോചിതരായി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മലബാറി യഹൂദന്മാർ, അതുപോലെ പരദേശി യഹൂദന്മാർ തുടങ്ങിയ സമൂഹങ്ങളിൽ നിങ്ങൾ കൈവശം വെച്ചിരുന്ന അടിമകൾ ആയിരുന്നു അവർ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അതിലെ അവരെ യഹൂദന്മാര് ഇടയിൽ കേരളത്തിലുണ്ടായിരുന്നതിൽ ഏറ്റവും ചെറിയ വിഭാഗമാണത്. അപ്പോൾ അവരെ യഹൂദ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കുകയും പിന്നീട് അവരെ അടിമകൾ എന്നുള്ള ആ തസ്തികയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ആ പേര് ലഭിച്ചിരിക്കുന്നത്, മെഷുഹരാരീം എന്നുള്ള പേര് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിഭാഗത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 3 വിഭാഗങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിൽ മലബാറി ജൂതന്മാരെ കറുത്ത ജൂതന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. അതുപോലെ മെഷുഹരാരീം എന്ന് പറയുന്ന ജൂതന്മാരെ തവിട്ട് ജൂതന്മാർ എന്നും, അതുപോലെ പരദേശി അല്ലെങ്കിൽ വിദേശി ജൂതന്മാരെ വെളുത്ത ജൂതന്മാരെന്നും ഒക്കെയായിരുന്നു വിളിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ആ വാക്കുകൾ പലപ്പോഴും ഉപയോഗിച്ചാൽ കറുത്തതെന്നോ അല്ലെങ്കിൽ തവിട്ടെന്നൊക്കെ പറഞ്ഞാൽ അത് അവഹേളനപരമായിട്ടും അല്ലെങ്കിൽ വംശീയപരമായിട്ടും ഒക്കെയുള്ള ചില പദങ്ങളായിട്ട് വ്യാഖ്യാനിച്ച് പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പദങ്ങളാണ്. എന്നാൽ അക്കാലത്ത് അത് പ്രശ്നമില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും ശ്രദ്ധിക്കേണ്ട ഭാഗം, ഇതിൽ ആരാണ് ഏറ്റവും പഴയ ജൂതന്മാർ അല്ലെങ്കിൽ ഒറിജിനാലിറ്റി അവകാശപ്പെടുന്ന ജൂതന്മാർ ആരാണ്, കേരളത്തിൽ ആദ്യമായിട്ട് വന്ന ജൂതന്മാർ ആരാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ സംവാദങ്ങൾ ജൂതന്മാരുടെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ കറുത്ത ജൂതന്മാരെന്നും അല്ലെങ്കിൽ തവിട്ടു നിറത്തിലുള്ള ജൂതന്മാരും എന്നൊക്കെ പറയുമ്പോൾ അവർ ഈ പറയുന്ന വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ വെളുത്ത ജൂതന്മാരെന്ന് വിളിക്കുന്ന
ഇറാന്, ഇറാഖ്, ജർമ്മനി തുടങ്ങിയ സ്പെയിന് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ കുടിയേറ്റം നടത്തിയ യഹൂദന്മാരുടെ ആ ഇടപാടുകളും ഇവരുടെയും കൂടെ തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ തൊലിക്കുള്ള കളറിന്റെ വ്യത്യാസത്തിൽ ഏതാണ്ട് വെളുത്ത ജൂതന്മാർക്ക് അവർക്ക് ന്യൂനപക്ഷമാണെങ്കിലും അവര് പുതുതായിട്ട് വന്നെത്തിയവരാണെങ്കിലും ഒരു പ്രത്യേക സ്ഥാനമൊക്കെ നാട്ടുകാരുടെ നേടുവാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഴയ കാലത്തെ രീതി അറിയാമല്ലോ. വെളുത്ത ആ തൊലികളുള്ളവർക്ക് ഇപ്പോഴും ഏതാണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാനം കൽപ്പിച്ച് ലഭിക്കുന്ന, അല്ലെങ്കിൽ അവർ ചില പ്രത്യേക വിഭാഗമാണ്, ഉന്നത വിഭാഗമാണ് എന്നൊക്കെ മനസ്സിലാക്കി പോകത്തക്കവണ്ണമുള്ള ഒരു രീതി അവർക്ക് ലഭിച്ചു, അല്ലെങ്കിൽ അനുവാദം ലഭിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കുമ്പോൾ ഇവിടെ കൊളോണിയൽ കാലം ഇന്ത്യയിൽ ഉണ്ടായി നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ വിദേശ ശക്തികൾ വന്ന് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരും അതുപോലെ ഡച്ചുകാരും തുടങ്ങിയ ഈ പോർച്ചുഗീസുകാരും ഒക്കെ വന്ന് അവിടെ കോളനികളിലൂടെ സ്ഥാപിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണ്ണിൽ അവർ ആധിപത്യം നടത്തി ഇന്ത്യക്കാര് അവരുടെ അടിമകൾ എന്ന രീതിയിൽ കണ്ട് ഇന്ത്യ അവരുടെ കൈവശമായി വെച്ചിരുന്ന കാലങ്ങളാണ്. 1947 ബ്രിട്ടീഷുകാര് ഇന്ത്യ വിട്ട് മാറി ഇന്ത്യക്കാർക്ക് ഭരണമേൽപ്പിച്ച് അവർ മാറിയപ്പോഴും പോർച്ചുഗീസുകാര് പല സ്ഥലങ്ങളിൽ നിന്നും മാറിയല്ലോ എന്നുള്ളതാണ് സത്യം. ഗോവ, അതുപോലെ സാൽസെറ്റ്, ഡാം ആൻഡ് ഡ്യൂ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവർ വീണ്ടും അവിടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. പിന്നീട് ഇവിടുന്ന് അവരെ ഇറക്കിവിടേണ്ട അവസരമാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ അവർ ലോകത്തിൽ പല സ്ഥലങ്ങളിലും ഈ കോളനികൾ സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഈ കോളനികൾ സ്ഥാപിച്ച് വരുന്ന ആ കാലഘട്ടം, അല്ലെങ്കിൽ യൂറോപ്യൻ കാലഘട്ടം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഏതാണ്ട് ഈ പറയുന്ന തവിട്ട് നിറത്തിലുള്ള ജൂതന്മാർ, അല്ലെങ്കിൽ മലബാർ ജൂതന്മാരെന്ന് വിളിക്കുന്ന കറുത്ത ജൂതന്മാർക്കുമൊക്കെ അവർക്ക് ലഭിച്ചതിലും അല്പം കൂടെ അഭ്യുന്നതിയും സ്ഥാനവും ഒക്കെ യൂറോപ്യന്റെ ഭാഗങ്ങളിൽ നിന്നും ഇറാനിൽ നിന്നും ഇറാഖിൽ നിന്നുമൊക്കെ വന്ന് ഇവിടെ കുടിയേറി 16-ാം നൂറ്റാണ്ടിൽ കുടിയേറിയ വെളുത്ത ജൂതന്മാരെന്ന് വിളിക്കുന്നവർക്ക് ഈ യൂറോപ്യന്മാരുടെ ഇടയിൽ ഒരു സ്ഥാനം ലഭിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ഒക്കെ വിശദമായിട്ട് ഉള്ള ചർച്ചകൾ നമ്മൾ നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. കേരളത്തിലെ ജൂത സിനഗോഗുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ തുടങ്ങുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൂത പൈതൃക നിർമ്മിതികൾ സിനഗോഗുകൾ, അല്ലെങ്കിൽ ജൂത പള്ളി എന്ന് വേണമെങ്കിൽ പറയാം. മലയാളം ബൈബിൾ പള്ളി എന്ന് പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത് സിനഗോഗുകളെ കുറിച്ചാണ്. അപ്പോൾ സിനഗോഗുകൾ ഇന്ത്യയിൽ ഏതാണ്ട് 35 ഉണ്ട്. അതിൽ ഏതാണ്ട് 8 കേരളത്തിലാണ്. കേരള സിനഗോഗുകളുടെ വാസ്തുവിദ്യാ ശൈലി പടിഞ്ഞാറൻ സിനഗോഗുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. യൂറോപ്പിലും ഒക്കെ നിർമ്മിച്ചിരുന്ന ആ സിനഗോഗുകളുടെ നിർമ്മിതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു നിർമ്മാണ ശൈലിയാണ് കേരളത്തിലെ സിനഗോഗുകൾക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ സിനഗോഗുകളുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലുമൊക്കെ ഇവിടെയുള്ള കേരള വാസ്തുവിദ്യയുടെ ശക്തമായ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് അവിടെ ചെന്ന് കണ്ടാൽ മനസ്സിലാകും. ആ കെട്ടിടം മാത്രം കണ്ടാൽ ഒരു വേള മനസ്സിലാകത്തില്ല. വാസ്തുവിദ്യ ശൈലികളെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാകും. മാത്രമല്ല, അത് കാണുകയും യൂറോപ്പും മറ്റും സന്ദർശിക്കുമ്പോൾ അവിടെയും മറ്റുമുള്ള സിനഗോഗുകളുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യുമ്പോഴാണ് കേരള സിനഗോഗിൽ നിർമ്മിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ ഇവിടുത്തെ കേരള വാസ്തുവിദ്യ, അല്ലെങ്കിൽ ഇന്ത്യയിലെ വാസ്തുവിദ്യ ശൈലി എങ്ങനെ അതിനെ സ്വാധീനം ചെലുത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ കേരളത്തിലുള്ള സിനഗോഗുകളുടെ നിർമ്മാണ രീതികൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ രീതികൾ. ഉയർന്ന ചരിവുള്ള മേൽക്കൂരകളാണ് ഉള്ളത്. മാത്രമല്ല, കട്ടിയുള്ള ലാറ്ററൈറ്റ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ചുവരുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ ജനാലകളും വാതിലുകളും, അതുപോലെ ബാൽക്കണി, മരം കൊണ്ട് കൊത്തിയെടുത്ത മേൽത്തട്ട് എന്നിവയാണ് കേരള സിനഗോഗുകളുടെ ഈ രൂപകൽപ്പനയിലുള്ള സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ കേരള സിനഗോഗിൽ സമുച്ചയത്തിലേക്ക് ഒരു ബ്രീസ് വേയിലൂടെ നയിക്കുന്ന പ്രവേശന കവാടത്തിൽ ഒരു ഗേറ്റ് ഹൗസ് അടങ്ങിയിരിക്കുന്നു. അതാണ് ഒരു പ്രത്യേകത. പൂർണ്ണമായും അടച്ചിട്ട അസറ അല്ലെങ്കിൽ മുൻമുറിയും ഇരട്ട നിലകളുള്ള ഒരു സങ്കേതവും
പ്രധാന പ്രാർത്ഥനാ ഹാൾ എന്നിവയും ചേർന്നതാണ് ഈ സിനഗോഗ് സമുച്ചയം എന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ തുറന്നു പറയാം. അതായത് പൂർണ്ണമായിട്ട് അടച്ചിട്ടിട്ടുള്ള ഒരു മുൻമുറി, ഇരട്ട നിലകളുള്ള ഒരു സങ്കേതം, പ്രാർത്ഥനാ ഹാൾ എന്നിവയാണ് ഈ കേരള സിനഗോഗുകളുടെ ഈ സമുച്ചയത്തിൽ അല്ലെങ്കിൽ ആ കെട്ടിട സമുച്ചയത്തിൽ സമന്വയിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എന്താണ് ഇതെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. അതായത് ഒന്നാമത് ഒരു തേബ അല്ലെങ്കിൽ ഭീമ, വിശുദ്ധ മന്ദിരത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന തേബ സാധാരണയായിട്ട് ഒരു ഉയർന്ന തടി വേദി അല്ലെങ്കിൽ ഒരു പ്രസംഗ പീഠമാണ്. എന്ന് പറഞ്ഞാൽ, നിങ്ങളോട് ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വിശുദ്ധ മന്ദിരം എന്നൊക്കെ ഞാനിവിടെ പറഞ്ഞുവെങ്കിലും യഹൂദന്മാരുടെ ഭാഷയിൽ സിനഗോഗ് വിശുദ്ധ മന്ദിരമൊന്നുമല്ല. അവർക്ക് ഒരുമിച്ച് കൂടിയിരിക്കുവാനുള്ള ഒരു സ്ഥലം മാത്രമല്ല, അവർക്ക് ന്യായപ്രമാണത്തെ ചുരുൾ വായിച്ച് കേൾക്കുവാനും അതുപോലെ അവരുടെ പൂർവ്വകാലങ്ങളെക്കുറിച്ച് സ്മരിക്കുവാനും മറ്റൊരു കാര്യം കൂടെ, അവർക്ക് തോറ വായിച്ച് കേൾക്കുക, പ്രസംഗം കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലമാണിത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വിശുദ്ധ മന്ദിരം എന്നൊക്കെ പറയുമ്പോൾ അത് യെരൂശലേം ദേവാലയത്തിന് ഉള്ള സ്ഥലമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ പുറമോട്ട് പോയാൽ അവിടെ സമാഗമന കൂടാരം, ടാബർനാക്കിൾ എന്ന് വിളിക്കുന്ന അതിന് ഉണ്ടായിരുന്ന ഭാഗങ്ങളാണിത്. അപ്പോൾ ഇത് ഒരു സാധാരണ അവർക്ക് ഒരുമിച്ച് കൂടി വന്നിരുന്ന് അവർക്ക് അവരുടെ മതകാര്യങ്ങൾ കേൾക്കുവാനുമൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ തേബ എന്ന് പറയുന്ന സ്ഥലം, അതിൽ നിന്നാണ് ജൂതന്മാരുടെ വിശുദ്ധ ഗ്രന്ഥമായ തോറ അല്ലെങ്കിൽ പെന്ററ്റുക്ക് അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങൾ, വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ അവിടെ വെച്ചാണ് അവർ വായിക്കുന്നത്. ഇനിയും ഈ സിനഗോഗിലെ രണ്ടാമത്തെ പ്രധാന ഭാഗം ഒരു ഹെയ്സ്റ്റൽ ആണ്, അല്ലെങ്കിൽ ഒരു പെട്ടകമാണ്. എന്ന് പറഞ്ഞാൽ ഇത് ബലിപീഠത്തെ പ്രതിനിധീകരിക്കുന്നു എന്നൊക്കെ ചിലർ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥമായിട്ട് ഇത് തോറ അല്ലെങ്കിൽ അവരുടെ പഞ്ചഗ്രന്ഥങ്ങളുടെ ചുരുൾ സൂക്ഷിച്ചിരിക്കുന്ന സിനഗോഗിലെ ഒരു പെട്ടി അല്ലെങ്കിൽ ഒരു അലമാര എന്ന് പറയാം. അപ്പോൾ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. സിനഗോഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ അല്ലെങ്കിൽ തോറ അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥം ഇട്ടുവച്ചിരിക്കുന്ന പെട്ടി അല്ലെങ്കിൽ അലമാര, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സാധാരണയായിട്ട് കേരളത്തിലെ സിനഗോഗുകളിൽ തേക്ക് മരം കൊണ്ട് പെയിന്റ് ചെയ്തതും ഒക്കെയാണ് സാധാരണ കാണുന്നത്. കിഴക്കൻ ചുവരിലാണ് ഈ പെട്ടി അല്ലെങ്കിൽ പെട്ടകം സാധാരണ യൂറോപ്യൻ സിനഗോഗുകൾ ഇത് വെച്ചിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ സിനഗോഗുകളിൽ ഇത് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ തോറ ഇട്ട് വെച്ചിരിക്കുന്ന പെട്ടി സ്ഥാപിച്ചിരിക്കുന്നത്. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ജെറുസലേമിന് അഭിമുഖമായിട്ടാണ്. ഇന്ന് അവർക്ക് ജെറുസലേം ദേവാലയമില്ല എങ്കിലും അവരുടെ വിശുദ്ധ ഭൂമി എന്ന് കരുതുന്ന ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട അവിടെ ആരാധനാ മന്ദിരം ഉണ്ടായിരുന്ന ആ സ്ഥലമാണ് ജെറുസലേം. അതുകൊണ്ട് അവിടെയൊക്കെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ആണ് കേരളത്തിലെ സിനഗോഗുകളിൽ ഈ പറയുന്ന അവരുടെ തോറായിട്ട് വച്ചിരിക്കുന്ന പെട്ടി പടിഞ്ഞാറ് ഭാഗത്തെ ഭിത്തിയിൽ അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇനിയും മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ബാൽക്കണിയാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ തേബ എന്നൊക്കെ അതിനെ ചിലർ വിളിക്കുന്നുണ്ട്. കേരളത്തിലെ സിനഗോഗുകൾക്ക് ഇത് സവിശേഷമാണ്. ബാൽക്കണിയിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പുരുഷന്മാർക്കും മറ്റൊന്ന് സ്ത്രീകൾക്കുമാണ്. സ്ത്രീകളുടെ ഇരിപ്പിടം അസാരയ്ക്ക് നേരെ മുകളിലായി സ്ഥാപിച്ചിരിക്കുന്നു. അസാറ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കയറി വരുന്ന സ്ഥലത്തുള്ള മുൻമുറി എന്ന് പറയുന്നതാണ്. അപ്പോൾ അസാറയ്ക്ക് മുകളിലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്ത്രീകളുടെ പ്രാകാരം എന്ന ഒരു കാര്യം യെരൂശലേമിലും മറ്റും ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. എന്നാൽ അതിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് മുഖ്യാസനം എന്ന പേരിൽ വിളിച്ചിരുന്നത്. എന്നാൽ ഇവിടെ അല്പം കൂടെ വ്യത്യസ്തമായിട്ടാണ് കേരളത്തിലുള്ള ഈ സിനഗോഗുകൾ ഇത് സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാലാമത്തെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ പടിക്കെട്ടുകളാണ്. ബാൽക്കണിയിലേക്ക് കയറി പോകുവാൻ വേണ്ടി ആണിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് സാധാരണയായിട്ട് സർപ്പിൾ ആകൃതിയിലുള്ളതും മരം കൊണ്ട് നിർമ്മിച്ചവയുമാണ് കേരളത്തിലുള്ള സിനഗോഗുകളുള്ളത്. ചിലപ്പോൾ 2 പടികൾ ചില സിനഗോഗുകൾക്ക് കാണും. ഒന്ന് സിനഗോഗിനുള്ളിലെ പ്രധാന ഹാളിൽ നിന്നുള്ള പുരുഷന്മാർക്കും മറ്റും സിനഗോഗിന് പുറത്ത്
ഒരു ഗോവണിയിൽ കൂടി പുറത്തേക്ക് ഇറങ്ങുവാനുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള രണ്ട് പടിക്കെട്ടുകൾ ചില സിനഗോഗുകൾക്കുണ്ട്. ഇനി മറ്റൊരെണ്ണമാണ്, അഞ്ചാമത്തേതാണ് ജൂത സ്കൂൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ജൂത കുട്ടികൾക്കുള്ള ഒരു ക്ലാസ് മുറിയാണിത്. എന്ന് പറഞ്ഞാൽ ഞാനത് വിശദമായിട്ട് പറയാം. ഇത് സാധാരണയായിട്ട് ഇത് മുകൾ നിലയിലെ വനിതാ വിഭാഗത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ബാൽക്കണിയുടെ പിന്നിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കണം, പഴയകാലത്തെ ജൂതന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവർക്ക് സിനഗോഗുകൾ പഠിത്തമുണ്ടായിരുന്നു. ഒരു ജൂത കുട്ടിയുടെ ആദ്യത്തെ അധ്യാപകൻ എന്ന് പറയുന്നത് അവന്റെ പിതാവ് തന്നെയാണ്. എന്നാൽ അതിനുശേഷം 5-ാം വയസ്സിലാണ് അവനെ സിനഗോഗിലേക്ക് വിടുന്നത്. അവിടെയാണ് അവനെ അരിത്തമെറ്റിക് പഠിപ്പിക്കുന്നത്. അതുപോലെ അവിടെ തോറയിലെ കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കും. അങ്ങനെയുള്ള മത സംവിധാനവും അതുപോലെ സാമൂഹ്യ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പഠനവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിപ്പിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് ഒരു സിനഗോഗിൽ സാധാരണയായിട്ട് കേരളത്തിൽ ആ സിനഗോഗ് സമുച്ചയത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് അവർ സിനഗോഗുകൾ എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തേത് 1568 നിർമ്മിച്ച പരദേശി സിനഗോഗ് എന്ന് വിളിക്കുന്ന മട്ടാഞ്ചേരിയിലെ സിനഗോഗാണ്. അതാണ് മിക്കവർക്കും ഒരു സിനഗോഗ് എന്ന രീതിയിൽ അറിയുന്നത്. ബാക്കി പലതിനെ കുറിച്ച് പലർക്കും അറിവില്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തേതാണ് കടവുംഭാഗം സിനഗോഗ്. അതും മട്ടാഞ്ചേരിയിലാണ്. അത് 1539 സ്ഥാപിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. മൂന്നാമത്തേതാണ് തെക്കുംഭാഗം സിനഗോഗ്. അതും മട്ടാഞ്ചേരിയിൽ തന്നെയാണ്. അത് 1647 സ്ഥാപിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ഇനിയും കടവുംഭാഗം സിനഗോഗ് എന്ന് പറയുന്ന എറണാകുളത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു സിനഗോഗ് ഉണ്ട്. അതും തന്നെയാണ് പറയുന്നത്, കടവുംഭാഗം തന്നെയാണ്. ഞാൻ മുമ്പേ അതേ പദം തന്നെ ഉപയോഗിച്ചു. എറണാകുളത്തുള്ള കടവുംഭാഗം സിനഗോഗ് അത് 1200 സ്ഥാപിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഏതാണ്ട് ഇംഗ്ലീഷ് വർഷത്തിൽ 1580 കാലങ്ങളിൽ സ്ഥാപിച്ചു എന്നാണ്. തെക്കും ഭാഗം സിനഗോഗാണ് അഞ്ചാമത്തേത്. അതും എറണാകുളത്താണ്. അത് 1580 സ്ഥാപിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. 1616 സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കുന്ന പറവൂർ സിനഗോഗ് ഉണ്ട്. 1420 അല്ലെങ്കിൽ 1614 സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കുന്ന ചേന്നമംഗലം സിനഗോഗ് ഉണ്ട്. ഇനിയും എട്ടാമത്തേത് മാളയിലെ സിനഗോഗാണ്. മാള സിനഗോഗ് എന്നറിയപ്പെടുന്ന 1597 സ്ഥാപിച്ചതാണ്. അപ്പോൾ ഈ സിനഗോഗുകൾ പലതും ഇപ്പോൾ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ വളരെ പ്രസക്തമായിട്ട് ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഏതാണ്ട് പരദേശി സിനഗോഗ് എന്ന് പറയുന്ന മട്ടാഞ്ചേരിയിലെ സിനഗോഗ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ കടവുംഭാഗം, മട്ടാഞ്ചേരിയിലെ കടവുംഭാഗം എന്ന് പറയുന്ന ആ സിനഗോഗിലും ഏതാണ്ട് ആരാധന നടക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളതൊക്കെ കാഴ്ചക്കാർ കാണുവാനും വേണ്ടിയുമൊക്കെ നമ്മുടെ ഇവിടുത്തെ ആർക്കിയോളജിക്കൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ വിഭാഗം അത് കയ്യിൽ സൂക്ഷിച്ച് അത് ഇവിടുത്തെ പുരാവസ്തു ഭാഗമായിട്ട് അത് സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലബാറി ജൂതന്മാർക്ക് 7 സിനഗോഗുകളും 6 സെമിത്തേരികളുമുണ്ട്. കൂടാതെ കേരളത്തിലെ സമ്പന്നമായ ജൂത പൈതൃകത്തിന്റെ നിരവധി പുരാവസ്തു സ്മാരകങ്ങളുമുണ്ട് അവർക്കെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി സ്മാരകങ്ങൾ ഇവിടെ തന്നിട്ടാണ് അവർ ഇവിടുന്ന് പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ചില ജൂത ഭവനങ്ങളും ജൂതരല്ലാത്തവരുടെ ഉടമസ്ഥതയിലുള്ള ബിസിനസ് കെട്ടിടങ്ങളായിട്ടും സ്വകാര്യ വില്ലകളായിട്ടുമൊക്കെ അവർ പരിവർത്തനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊക്കെ മുൻ ജൂതന്മാരുടെ താമസ സ്ഥലങ്ങളായിരുന്നു. അതുപോലെ അവരുടെ സിനഗോഗുകൾ, സെമിത്തേരികൾ, അതുപോലെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് കേരളത്തിൽ ധാരാളമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തേത് സാറയുടെ ശവകുടീരം ചേന്നമംഗലത്തുള്ളതാണ്.
അതായത് AD 1269 ആണ് ആ ശവകുടീരം അവിടെ സ്ഥാപിക്കുന്നത്. രണ്ടാമത്തേത് മട്ടാഞ്ചേരിയിലുള്ള കൊച്ചങ്ങാടി സിനഗോഗ് കോർണർ സ്റ്റോൺ ആണ്. മൂന്നാമത്തേത് മട്ടാഞ്ചേരിയിലുള്ള ജൂത കുട്ടികളുടെ കളിസ്ഥലമാണ്. നാലാമത്തേത് മട്ടാഞ്ചേരിയിലുള്ള ക്ലോക്ക് ടവർ ആണ്. അഞ്ചാമത്തേത് മട്ടാഞ്ചേരിയിലുള്ള സാറ കോഹന്റെ എംബ്രോയിഡറി ഷോപ്പാണ്. ആറാമത്തേത് പാലിയൂരുള്ള ജൂത കുന്നാണ്, അല്ലെങ്കിൽ ജൂത ബസാർ എന്നൊക്കെ വിളിച്ചിരുന്ന സ്ഥലമാണ്. ഏഴാമത്തേത് മാടായിലുള്ള ജൂത കുളമാണ്. എട്ടാമത്തേത് ഫോർട്ട് കൊച്ചിയിലുള്ള കോഡർ ഹൗസ് ആണ്. ഒൻപതാമത്തേത് ഫോർട്ട് കൊച്ചിയിൽ തന്നെയുള്ള ഗ്രാൻഡ് റെസിഡൻസിയായാണ്. പത്താമത്തേത് ആലുവയിലുള്ള ജൂത സമ്മർ റിസോർട്ടുകളാണ്. 11ാമത്തേത് മട്ടാഞ്ചേരിയിലുള്ള ജൂത ചെമ്പ് ഫലകങ്ങളാണ്. 12ാമത്തേത് സിറിയൻ ചെമ്പ് ഫലകങ്ങൾ കൊല്ലത്തുള്ളതാണ്. 13ാമത്തേത് പാലയൂരിലുള്ള തോറ ഫൈനലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജൂതന്മാരുടെ ചില അവശേഷിപ്പുകളും അവരുടെ സ്മാരകങ്ങളുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജൂതന്മാരുടെ വസതികൾ കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് ജൂതരല്ലാത്തവരാണ് പലരും അത് വാങ്ങി അവിടെ താമസിക്കുന്നത്. ആദ്യകാല വീടുകളിൽ പലതും അവര് ഗണ്യമായിട്ട് വാങ്ങിയവർ അത് പരിഷ്കരിക്കുകയോ പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. എന്നിരുന്നാലും ഇത് ജൂതന്മാരുടെ വീടുകളാണ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില സവിശേഷതകൾ ഇപ്പോഴും നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് ചിലപ്പോൾ ചുവരുകളിലും ജനാലകളിലും മേൽക്കൂരകളിലും ഒക്കെ മെനോറ എന്ന് പറഞ്ഞാൽ മെഴുകുതിരി കല്ല്, രണ്ടാമത്തേത് മാഗൻ ഡേവിഡ് അല്ലെങ്കിൽ ദാവീദിന്റെ നക്ഷത്രം എന്ന് പറയുന്ന ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചില ജൂത ചിഹ്നങ്ങളൊക്കെ ജൂതന്മാരുടെ പഴയ പാർപ്പിട സമുച്ചയങ്ങൾ നിങ്ങൾക്ക് കാണാം. എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരിയിൽ നിങ്ങൾ എത്തിയാൽ അവിടെ ധാരാളം ജൂതന്മാരുണ്ടായ സ്ഥലമാണല്ലോ. ചില വസതികൾ കടകളോ വെയർഹൗസുകളോ ഒക്കെയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിലും മാഗൻ ഡേവിഡ് അല്ലെങ്കിൽ ദാവീദിന്റെ നക്ഷത്രം എന്ന് പറയുന്ന ആ ചിഹ്നം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത് കാണാം. താമസിക്കുന്ന ജൂതന്റെ വീട് കണ്ടുപിടിക്കുവാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗം വാതിൽപ്പടിയിൽ അവരെ ഉറപ്പിച്ചിരിക്കുന്ന മെസൂസ ഉണ്ടോ എന്ന് നോക്കുകയാണ്. മെസൂസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, വാതിൽ പടിയിൽ അത് അല്ലെങ്കിൽ അവരുടെ ഡോർ പോസ്റ്റിലാണ് ഇത് തറച്ചു വെച്ചിരിക്കുന്നത്. മെസൂസ എന്ന് പറഞ്ഞ് സാധാരണയായിട്ട് അവരുണ്ടാക്കുന്നത് മരം കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ ലോഹം കൊണ്ടൊക്കെയാണ് നിർമ്മിക്കുന്നത്. അതൊരു ചെറിയ പെട്ടിയാണ്. അതിൻ്റെ അകത്താണ് ആവർത്തന പുസ്തകം 6ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ഇസ്രായേലുകൾക്ക് എന്ന് പറഞ്ഞ് ആ 4ാമത്തെ വാക്യം മുതലുള്ള ആ ഭാഗം എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആണ് ഈ മെസൂസ എന്ന് പറഞ്ഞ അപ്പൊ ചെറിയ പെട്ടിയാണ് എന്ന് പറഞ്ഞ് ജൂതനകത്തേക്ക് കയറുമ്പോഴും വാതിൽ കൂടി പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോഴും ദൈവത്തിന്റെ പ്രമാണം നിനക്ക് കണ്ണിൽ മേൽ പട്ടമായിരിക്കണം എന്നൊക്കെ പറയുന്ന ആ ചിന്ത അവന്റെ മനസ്സിൽ ഉണ്ടാകും എന്നുള്ള രീതിയിൽ അവരക്ഷരികമായിട്ട് വിശ്വസിച്ചാണ് മെസൂസ അവർ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അവർക്ക് അവരുടെ മതവുമായിട്ടും ആചാരവുമായിട്ടും അനുഷ്ഠാനവുമായിട്ടൊക്കെയുള്ള വളരെ കൃത്യമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും വേണ്ടി കഴിയും. മറ്റൊരെണ്ണമാണ് ജൂതന്മാരുടെ പ്രത്യേകത, ജൂത തെരുവുകൾ. അപ്പോൾ അത് മെസൂസയും മാഗൻ ഡേവിഡും ഒക്കെയുള്ള ജൂത വസതികൾ ഉള്ള മട്ടാഞ്ചേരിയിലെ ജൂത തെരുവ് വളരെ പ്രസക്തമാണ്. അതാണ് ഒരെണ്ണം. രണ്ടാമത്തേത് എറണാകുളത്തുള്ള ജൂത തെരുവ് അല്ലെങ്കിൽ ജൂത സ്ട്രീറ്റ് ആണ്. ഇന്ന് അതിലെ എല്ലാ കടകളും ജൂതന്മാരല്ലാത്തവരാണ് അത് കൈവശം വെച്ചിരിക്കുന്നത്. എങ്കിലും ജൂത സ്ട്രീറ്റ് എന്നൊക്കെ അത് അറിയപ്പെടുന്നുണ്ട്. പൊതുവിൽ ജൂത സ്ട്രീറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് മട്ടാഞ്ചേരിയിലെ ആ ജൂത സ്ട്രീറ്റിനെയാണ്.
മൂന്നാമത്തേത് പറവൂരുള്ള ജൂതത്തെരുവാണ്. നാലാമത്തെ ജൂതത്തെരുവ് എന്ന് പറയുന്നത് മാളയിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സിനഗോഗിന്റെ ഗേറ്റ് ഹൗസും ബ്രീസ്വേയും ഒക്കെ ഇപ്പോൾ നിങ്ങൾ ചെന്നാൽ കടകളായിട്ട് മാറിയത് നിങ്ങൾക്ക് കാണാം. അഞ്ചാമത്തെ ജൂതത്തെരുവ് ചേന്നമംഗലത്താണ്. അല്ലെങ്കിൽ ഒരു ജൂത കമ്പോളമായിരുന്നു, അല്ലെങ്കിൽ ഒരു ജൂത മാർക്കറ്റായിരുന്നു ആ സ്ഥലം പഴയ കാലത്ത്. ആറാമത്തേത് കാലിക്കട്ടിൽ ഉള്ള ജൂത സ്ട്രീറ്റാണ്. അപ്പോൾ അത് ജൂത ബസാർ എന്ന് ആണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 6 ജൂത തെരുവുകൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു, മറ്റ് പല സ്ഥലങ്ങളിലും ജൂതന്മാർക്ക് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ ഞാൻ നടത്താം. ധാരാളം ജൂത കോളനികൾ പഴയ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പലതും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഈ പറയുന്ന ഇത് നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള പല സ്ഥലങ്ങളിലും ജൂതന്മാർ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ആ സ്ഥലങ്ങളിലുമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് പലപ്പോഴും അത് ജൂതന്മാരുടെ ആവാസ കേന്ദ്രമായിരുന്നു എന്ന് കണക്കാക്കുന്നതാണ്. എന്നാൽ അല്ലാത്തവയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പഴയ കാലത്ത് ധാരാളം ജൂതന്മാർ ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നു, പലതും അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായിരുന്ന ഒരു ജൂത കോളനി ആണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഉള്ള പാലയൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജൂത കോളനിയാണ്. മൂന്നാമത്തേത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള പുല്ലൂറ്റ് എന്ന് പറയുന്ന ജൂത കോളനിയാണ്. നാലാമത്തേത് തൃശ്ശൂർ ജില്ലയിൽ ഉള്ള കുന്നംകുളത്ത് സ്ഥിതി ചെയ്തിരുന്ന ജൂത കോളനിയാണ്. അഞ്ചാമത്തേത് എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്ന സൗദി എന്ന് വിളിക്കുന്ന, ഇപ്പോഴും ആ സ്ഥലം അങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്, അവിടെ ഉണ്ടായിരുന്ന ജൂത കോളനിയാണ്. ആറാമത്തേത് എറണാകുളം ജില്ലയിൽ ഉള്ള തിരുട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ജൂത കോളനിയാണ്. ഏഴാമത്തേത് എറണാകുളം ജില്ലയിലുള്ള ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടായിരുന്ന ജൂത കോളനിയാണ്. എട്ടാമത്തേത് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്ന ശാലിയം എന്ന പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ജൂത കോളനിയാണ്. ഒൻപതാമത്തേത് കോഴിക്കോട് ജില്ലയിൽ ഉള്ള പന്തലായനി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ജൂത കോളനിയാണ്. പത്താമത്തേത് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്ന തെക്കേപ്പുരം എന്ന് പറയുന്ന ജൂത കോളനിയാണ്. അതുപോലെ 11ാമത്തേത് ആലപ്പുഴ ജില്ലയിൽ മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ജൂത കോളനിയാണ്. 12ാമത്തേത് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഉള്ള കായംകുളത്ത് ഉണ്ടായിരുന്ന ജൂത കോളനിയാണ്. 13ാമത്തേത് കണ്ണൂർ ജില്ലയിൽ ധർമ്മടം എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ജൂത കോളനിയാണ്. 14ാമത്തേത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്ന മാടായി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ജൂത കോളനിയാണ്. അതുപോലെ 15ാമത്തേത് കൊയിലോൺ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ ഉണ്ടായിരുന്ന കൊയിലോൺ എന്ന് അവർ പറഞ്ഞിരുന്ന ആ സ്ഥലത്തുണ്ടായിരുന്ന ജൂത കോളനിയാണ്. അതുപോലെ 16ാമത്തേത് പാതിരക്കുന്ന് അല്ലെങ്കിൽ വയനാട്ടിൽ ഉണ്ടായിരുന്ന പാതിരക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ജൂത കോളനിയാണ്. 17ാമത്തേത് വയനാട് ജില്ലയിൽ തന്നെയുള്ള കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ജൂത കോളനിയാണ്. 19ാമത്തേത് തിരുവനന്തപുരം ജില്ലയിലെ 18ാമത്തേത് തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതങ്ങ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ജൂത കോളനിയാണ്. അപ്പോൾ ഇതൊക്കെ ജൂത കോളനികൾ എന്നുള്ള പേര് ഇന്ന് നിലനിർത്താതെ പോയ, അതുകൊണ്ടാണ് നഷ്ടപ്പെട്ട ജൂത കോളനികൾ എന്ന പേരിൽ ഞാൻ ഇതിനെ പറഞ്ഞത്. ഇസ്രായേലികൾക്ക് അവരുടെ പൂർവികരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കിയിട്ടുള്ള കല്ലറകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഴിമാടങ്ങളോ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 23ാമത്തെ അധ്യായത്തിൽ അബ്രഹാം തൻ്റെ ഭാര്യയായി സാറായി അടക്കുവാൻ ഹിത്യരോട് അന്നത്തെ വില അനുസരിച്ച് ഉള്ള പണം നൽകി അദ്ദേഹം മക്പേല ഗുഹയും അതിൻ്റെ ചുറ്റുപാടുകളും വാങ്ങുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായെ അടക്കം ചെയ്തിരുന്നത്. അതുപോലെ അബ്രഹാമിനെ അവിടെയാണ് അടക്കം ചെയ്തത്.
അതുപോലെ യാക്കോബിനെയും ലേയെയും ഇസ്ഹാക്കിനെയും ഒക്കെ അവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. ഇസ്രയേലികൾ ഈജിപ്തിലേക്ക് പോകുവാൻ നിമിത്തമായ അവരുടെ സഹോദരനായ ജോസഫ്, അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം തന്റെ സഹോദരന്മാരോട് പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്: ദൈവം നിങ്ങളെ സന്ദർശിക്കും, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ അസ്ഥികളെയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം അത് എല്ല് പറക്കിക്കൊണ്ടുപോയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മം ചെയ്ത് ഈജിപ്തിലെ മമ്മികളാക്കുന്ന രീതി അറിയാമല്ലോ, അങ്ങനെയാണ് കൊണ്ടുപോയത്. അപ്പോൾ അവരുടെ പൂർവ്വ പിതാക്കന്മാരുടെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറഞ്ഞ് ഇസ്രയേലുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ജൂതന്മാർ അതുകൊണ്ടാണ് എവിടെയൊക്കെ അവർ താമസിച്ചിരുന്നു അവിടെയൊക്കെ ജൂത സെമിത്തേരികൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കരുതിയിരുന്നത്. ഇന്ന് നമ്മൾ കേരളത്തിലുള്ള ജൂത സെമിത്തേരികൾ പലതും കാണാമെങ്കിലും അവിടെയൊക്കെ പലരും അവശിഷ്ടങ്ങളും അതുപോലെ വേസ്റ്റും ഒക്കെ തള്ളുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവര് ചിലപ്പോൾ ചില സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറ്റം നടത്തുമ്പോൾ അവര് ചെയ്യുന്നൊരു കാര്യം, അവരുടെ ശവം കുടീരങ്ങൾ പോലും അവിടെ നിന്ന് മാറ്റി അവരെവിടെയാണോ പാർക്കുവാൻ വേണ്ടി പോകുന്നത് ആ സ്ഥലത്തെ കൊണ്ടുപോകുന്ന രീതി അവർ അവലംബിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ജൂത ശവകുടീരം എന്ന് വിശ്വസിക്കുന്നത് AD 1269 അത് കൊടുങ്ങല്ലൂരിൽ നിന്ന് മാറ്റിയ ഒന്നാണ് എന്നാണ് കരുതുന്നത്. അപ്പോൾ അവരുടെ ഈ ശവകുടീരങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഉള്ള എഴുത്തുകളെക്കാളും വളരെ വ്യത്യസ്തങ്ങളായിട്ട് അവരുടെ ശവകുടീരങ്ങളിൽ അവർ സാധാരണ അവലംബിച്ചിരുന്നത് ഹീബ്രു ലെറ്ററുകളാണ് ഉപയോഗിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ മതഭാഷയാണത്, അതാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഹീബ്രു ലെറ്ററിൽ അവരെഴുതുമ്പോൾ ആളിൻ്റെ മരണ തീയതി എഴുതാറുണ്ട്. അതുപോലെ ഹീബ്രു കലണ്ടർ അനുസരിച്ചാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവര് മരണത്തീയതി എഴുതാറുണ്ട്, അതുപോലെ ജനനത്തീയതി എഴുതാറുണ്ട്, പിതാവിൻ്റെ പേരെഴുതാറുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക അതിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെ കൂടി കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള സഹായകമായ രീതിയിലുള്ള ചില കാര്യങ്ങളാണ് അവര് എഴുതിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ആള് ഏത് കുടുംബത്തിലെയാണ് എന്നൊക്കെ. അപ്പൊ പിതാക്കന്മാരുടെ പേരുകൾ വളരെ കാര്യമായിട്ട് അവര് രേഖപ്പെടുത്തുന്ന രീതി നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ശവകുടീരങ്ങളിൽ എഴുത്തുകളെ കൂടാതെ ചില ചിഹ്നങ്ങളൊക്കെ അവർ പിടിപ്പിക്കാറുണ്ട്. അതിൽ 2 കൈകളുടെ ഒരു ചിഹ്നം ചിലപ്പോൾ ശവകുടീരത്തിന് വെളിയിൽ കാണാം. അത് 4 വിരലുകൾ വീതമുള്ള 2 കൈകളുടെ അല്ലെങ്കിൽ 2 കൈപ്പത്തിയുടെ ഭാഗമാണ് അവരതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പുരോഹിത അനുഗ്രഹത്തെ കാണിക്കുവാൻ വേണ്ടിയുള്ള ഒരു രീതിയാണിത്. ഇത് ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇസ്രയേലികളുടെ ആദ്യ മഹാപുരോഹിതനായ അഹരോന്റെ പിൻഗാമിയായ ഒരു കോഹനെ സൂചിപ്പിക്കുന്നതാണ്. ഇനിയും രണ്ടാമത്തെ ഒരു ഇമേജ് അവിടെ കൊടുക്കുന്നത് ഒരു കുടമാണ്. അതൊരു ലേവ്യനെ സൂചിപ്പിക്കുന്നതാണ്. അറിയാമായിരിക്കാം, ഇസ്രയേലികൾക്ക് അവരുടെ പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവം നൽകിയതനുസരിച്ച് അഹരോനും അദ്ദേഹത്തിൻ്റെ തലമുറകൾക്ക് മാത്രമേ ഒക്കുകയുള്ളൂ. എന്നാൽ ലേവ്യ കുടുംബത്തിലുള്ളവരുടെ എല്ലാം ജോലി പുരോഹിത കർമ്മങ്ങൾ, പൗരോഹിത്യമല്ല, ഈ പറയുന്ന ആലയത്തിലെ അവരുടെ ആരാധനാലയത്തിലെ അതുമായിട്ട് ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അടുത്ത ജോലികൾ ചെയ്യുകയാണ്. പൗരോഹിത്യം ഒക്കുകയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഒരു ലേവ്യനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഒരു കുടത്തിന്റെ ഒരു രൂപം അവരുണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു ഇമേജ് അവർ ഉണ്ടാക്കി വെക്കുന്നത്. ഇനിയും സ്ത്രീകളുടെ ശവകുടീരങ്ങളിൽ അവര് പലപ്പോഴും ഒരു മെഴുകുതിരി അല്ലെങ്കിൽ ഒരു മെഴുകുതിരി ദീപമൊക്കെ അവിടെ ഉണ്ടാക്കി വെക്കാറുണ്ട്. എന്നാൽ പുരുഷന്റെ ശവകുടീരമാണെങ്കിൽ ദാവീദിന്റെ 6 പോയിന്റുള്ള നക്ഷത്രം അത് വളരെ വലിയ കാര്യമായിട്ട് അവര് കാണുന്നതാണ്. അത് അവരവിടെ അതിൻ്റെ ഒരു ഇമേജ് അവിടെ വെക്കാറുണ്ട്. എന്നാൽ ഒരു ശവകുടീരത്തിൽ ഒടിഞ്ഞ ഒരു ശാഖയോ അല്ലെങ്കിൽ ഒരു മരക്കുറ്റിയോ ആണ് ഒരു രൂപം കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രായപൂർത്തിയാവാതെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിരിക്കുന്ന ഒരാളെയാണ് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെട്ടിച്ചുരുക്കിയ ആയുസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി പ്രത്യേകതകൾ അവരുടെ ഭൗതിക ശരീരം അടക്കുന്നതുമായിട്ട് അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാനത് എവിടെയൊക്കെ ഉണ്ട് എന്ന് മാത്രമൊന്ന്
പറഞ്ഞുവിടാം. ഒന്നാമത്തേത് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലുള്ള പരദേശി ജൂത സെമിത്തേരിയാണ്. രണ്ടാമത്തേത് മട്ടാഞ്ചേരിയിൽ തന്നെയുള്ള മലബാർ ജൂത സെമിത്തേരിയാണ്. മൂന്നാമത്തേത് എറണാകുളത്തുള്ള പഴയ ജൂത സെമിത്തേരിയാണ്. നാലാമത്തേത് എറണാകുളത്തുള്ള പുതിയ ജൂത സെമിത്തേരിയാണ്. അഞ്ചാമത്തേത് പറവൂരുള്ള ജൂത സെമിത്തേരി. ആറാമത്തെ മാള ജൂത സെമിത്തേരിയാണ്. ഏഴാമത്തേത് ചേന്നമംഗലം ജൂത സെമിത്തേരിയാണ്. അപ്പോൾ ഇങ്ങനെ ജൂതന്മാരെ കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ചില എപ്പിസോഡുകളിലും ഞാൻ ജൂതന്മാരെ കുറിച്ചും അവരുടെ വിശദാംശങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. എന്നെ ശ്രദ്ധിച്ച എല്ലാവരെയും സർവശക്തനായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കഴിയുന്നവർ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.